الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا നിയമനിർദ്ദേശങ്ങളുടെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവരിലും തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറകത്തും ധാരാളമായി നമ്മിൽ വർഷിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 27-28 ആയത്തുകളാണ് ഓതി വെച്ചത്. മനുഷ്യന്റെ ദുർബലാവസ്ഥയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വളരെ ദുർബലരായ നിസ്സാരരായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും അടക്കമുള്ള വലിയ വലിയ ഭീമാകാര്യമായ സൃഷ്ടികൾക്ക് മുമ്പിൽ മനുഷ്യൻ ഒന്നുമല്ല. പർവ്വതങ്ങളും പടുകൂറ്റൻ വൃക്ഷങ്ങളും മുതൽ തീയും വെള്ളവും മണ്ണും അടക്കം അതെല്ലാം മുമ്പിൽ നിസ്സഹായനായി നിൽക്കാൻ മാത്രമാണ് മനുഷ്യന് സാധിക്കുക. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്രങ്ങൾ സോഷ്യൽ മീഡിയകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഒരു മണ്ണിടിച്ചിലിൽ ഒരാളെ കാണാതാവുകയും ആ ഒരു മനുഷ്യനെ കണ്ടെത്തുവാനായി കഴിഞ്ഞ 19 ദിവസങ്ങളായി വലിയ കഠിനാധ്വാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയും ചെയ്തു. ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗ
കഴിഞ്ഞു ആളുകൾ. ഉപയോഗിക്കാത്ത പുതിയ പുതിയ എന്തെല്ലാം സംവിധാനമുണ്ടോ അതെല്ലാം കൊണ്ടുവരപ്പെട്ടു. ധാരാളം മനുഷ്യന്മാർ വലിയ വലിയ അധ്വാനങ്ങൾ വിനിയോഗിച്ചിട്ടും ഇന്നുവരെയും കൃത്യമായി ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താനത് സാധിച്ചിട്ടില്ല. മനുഷ്യനെ ദുർബലാവുന്ന കൂടുതൽ ബോധ്യപ്പെടുത്താവുന്ന ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണ് ആ ഒരു സംഭവം. സാധാരണ മനുഷ്യൻ ഒരു വലിയ മഴയുണ്ടായപ്പോൾ, മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിനകപ്പെട്ടു പോയിട്ട് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം ഈ രാജ്യം ഒന്നാകെ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും കൂടെ ഒന്നിച്ച് അതിനെ പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാ സംവിധാനങ്ങളും വെച്ച് സർക്കാർ ഔദ്യോഗികമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി തെരഞ്ഞിട്ടും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. അല്ലാഹു തആല പറഞ്ഞ വാക്ക് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലാവസ്ഥയിലാണെന്നുള്ളതാണ്. വഈഫാണ് മനുഷ്യൻ, ദുർബലനാണ് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ദൗർബല്യം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും ബോധ്യപ്പെടാവുന്ന ധാരാളം സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒരു ചെറിയ ഉൾക്കൊത്തിയാൽ പോലും വേദനിക്കുന്നവനാണ് മനുഷ്യൻ. അത്രയേ ഉള്ളൂ അവന്റെ ആ ഒരു കഴിവും ശക്തിയും. ഒരു ചെറിയ മുള്ള് ആ മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഒരു ചെറിയ മുള്ള് ശരീരത്തിന്റെ ഒരു ചെറിയൊരു പോയിന്റ് ഏതെങ്കിലും ഭാഗത്ത് ഒരു സൂചി കുത്താത്ത സ്ഥലത്ത് ഒരു മുള്ളു നിറച്ചാൽ ചെറിയൊരു പോളേറ്റാൽ അതോടുകൂടി ചെറിയ മാസമെല്ലാം വേദനിക്കുന്നവൻ. കൃത്യമായ സമയം വാങ്ങുന്ന ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ പ്രയാസപ്പെടുന്നവർ വിശന്നാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ അല്പസമയമൊക്കെ അവൻ ക്ഷമിച്ചു നിൽക്കുന്നു. പിന്നെ ക്ഷമിക്കാനാകാത്ത വിധം അവൻ വിശപ്പായി, ക്ഷീണമായി, തളർച്ചയായി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ തളർന്നു വീഴുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി അവൻ മാറുന്നു. ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടണം, ആ വെള്ളം കിട്ടുമ്പോൾ വൈകിയാൽ പോലും പ്രയാസകരമായി മാറും. രോഗം വന്നാൽ പിന്നെ എല്ലാ അവന്റെ ആ ഒരു ശക്തിയും അവരുടെ അവസാനിച്ചു. വേദനയാണ്, ക്ഷീണമാണ്, പ്രയാസമാണ്. എത്ര വലിയ മനുഷ്യന്മാരും കരയുകയാണ് രോഗം വരുമ്പോൾ. ആ രോഗം വരുമ്പോൾ മനുഷ്യന്റെ അവിടെ എല്ലാ ഹുക്കും എല്ലാ അധികാരങ്ങളും അവിടെ ഇല്ലാതാവുകയാണ്. തുടക്കമാണെങ്കിൽ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തിൽ നിന്നാണ്, ഒരു ബീജത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. 12 സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. മനുഷ്യനെ പഠിച്ചത് ലുത്ഫയിൽ നിന്നാണ്, ഒരു ബീജത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് അല്ലാഹു തആല ആവർത്തിച്ച് സൂചിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് കയ്യിലേക്ക് തുപ്പുകയാണ്. നബിതങ്ങൾ തന്റെ ഉള്ളം കൈയിലേക്ക് തുപ്പി എന്നിട്ട് പറഞ്ഞു, ഇബ്ന ആദം അന്നാ തഅജസുനി വഖദ് ഖലഖതുക മിൻ മിസ്ലി ഹാദിഹി. അല്ലാഹു തആല പറയുന്നു, നബിതങ്ങൾ പറയാൻ, അല്ലാ വലിയ മനുഷ്യ, ഇബ്ന ആദം, ആദമിന്റെ പുത്ര, അന്നാ തഅജസുനി, നിനക്ക് എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുക? ഞാൻ എന്നെ സൃഷ്ടിച്ചത് ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണല്ലോ എന്ന ആ കയ്യിലേക്ക് തുപ്പിയിട്ട് ആ തുപ്പൽ കാണിച്ചു പറയാണ്, ഇതുപോലെയുള്ള ഒന്നിൽ നിന്നാണ് മനുഷ്യ എന്നെ ഞാൻ സൃഷ്ടിച്ചത്. എന്നിലേക്ക് നിനക്ക് എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കാൻ കഴിയുക? നിന്നെ ഞാൻ സൃഷ്ടിച്ചു, എന്നെ സംവിധാനിച്ചു, എന്നെ ശരിപ്പെടുത്തി രക്ഷണമൊത്ത ഒരാളായി നീ മാറി. എനിക്ക് ഭൂമിയിൽ ചില ശോധനകളുണ്ടായി. നീ ഒരുപാട് വാരിക്കൂട്ടി, നീ ചെയ്യേണ്ട പലതും ചെയ്യാതെ നീ തടഞ്ഞു വെച്ചു. കൊടുക്കേണ്ട പലതും നൽകിയില്ല, അവകാശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയില്ല, നൽകേണ്ട ബാധ്യതകൾ നിർവഹിച്ചില്ല. ഈ അവസ്ഥയിലേക്കെല്ലാം എത്തി. അവസാനം നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഊഹത്തുമ്പോൾ നീ പറയും, ഞാൻ സുദഖ ചെയ്യാമെന്ന് പറയും. പക്ഷേ എവിടെയാണ് അപ്പോൾ സാഹചര്യമുള്ളത്? ഇതിന്റെ മനുഷ്യ നിനക്ക് എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കാൻ കഴിയുക എന്ന് അല്ലാഹു തആല പറയുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം അഹ്മദ് മുസ്നദിൽ സ്വഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മനുഷ്യൻ അത്രയും ദുർബലനാണ് എന്നർത്ഥം. ഒന്നുമല്ലാത്ത
ഒരു ഋതുവിൽ നിന്ന് ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് ആരംഭിച്ച അവന്റെ യാത്ര മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ബീജമായി ഒരു അംഗമായി യാത്ര ഒരു കാലമില്ലാത്ത ശക്തിയായി രൂപപ്പെട്ടു വരികയും പിന്നീട് അതിന് അവയവങ്ങൾ ഉണ്ടാവുകയും കൈയും കാലും കണ്ണും കാതുമടക്കമുള്ള എല്ലാ അവയവങ്ങളും ഉണ്ടായിത്തീരുകയും അവസാനം എല്ലാം പൂർത്തിയായി ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നു. പറഞ്ഞുവല്ലോ അവരാണ് നിങ്ങളെ ഗർഭാശയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ അവൻ നിങ്ങൾ ഉമ്മയുടെ ഭാഷയത്തിൽ രൂപകൽപ്പന ചെയ്യുന്നു. പിന്നീട് ഒരു നല്ല കുട്ടിയായി ഈ ഭൂമിയിലേക്ക് വരുന്നു. എല്ലാ അവയവങ്ങളും കൊണ്ട് ലക്ഷണമൊത്ത കാണാൻ സൗന്ദര്യമുള്ള ആകർഷണീയമായ രൂപത്തിലുള്ള ഒരു കുട്ടിയായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് അവൻ വരികയാണ്. അതിനുശേഷം വീണ്ടും അവൻ വളർന്നു വലുതായി ആ ദുർബലാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. സൃഷ്ടികർത്താവ് ഏറ്റവും വലിയ സൃഷ്ടികർത്താവ് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനായ അല്ലാഹു തആല അവനാകുന്നു അനുഗ്രഹത്തിന്റെ ഉടമയെന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന പൂർവികനായ പണ്ഡിതൻ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു കൂടി നടന്നു പോകുന്ന മുഹല്ലബിനെ അദ്ദേഹം കാണുകയാണ്. ചോദിച്ചു, എന്താണ് അടിമയെ എന്താണ് പടച്ചമില്ലാത്ത ഈ രൂപത്തിലാണ് നീ നടക്കുന്നത്? അഹങ്കാരത്തോടെ വികാരത്തോടെയുള്ള ഈ നടത്തം അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുക, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ നടക്കാൻ മാത്രം മുഖപ്പുണ്യ നടത്തം, നിങ്ങൾ നടക്കാൻ മാത്രമുള്ള വക എനിക്കുണ്ട്. ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി കാണാൻ എനിക്ക് നിന്നെ അറിയാം. നീ ആരാണെന്ന് അറിയാം. തുടക്കം ഒരു നുത്ഫയാണ്, ഒരു ഇന്ദ്രിയത്തുള്ളിയാണ് ഈ തുടക്കം എന്നത്. പിന്നീട് അവസാനമായാലോ ജീവിതമാകുന്ന ഒരു ശരീരമായി മാറുന്നതാണ് നീ. തുടക്കത്തിൽ മ്ലേച്ഛമായ ഒരു ഇന്ദ്രിയത്തുള്ളിയാണ് എങ്കിൽ ഒടുക്കമെത്താനുള്ളത് ജീവിതത്തിൽ മ്ലേച്ഛമായ ഈ കണ്ട ദുർഗന്ധം കൊണ്ട് എടുക്കാൻ കഴിയാത്ത ഒരു ശവമായി മാറാനുള്ളതാണ് നീ എന്നുള്ളത്. അതിനുള്ള ഇടക്കാലത്തോ നീ കാത്തുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തിയില്ലാത്തവരുമാണ്. എനിക്കറിയാം നിന്നെ എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ ആ അഹങ്കാരം ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. നമ്മളെല്ലാം സാഹചര്യം സഹോദരങ്ങളെ ഇത് തന്നെയാണ്. അഹങ്കരിക്കാനൊന്നുമില്ല, വികാരം കാണിക്കാനൊന്നുമില്ല. ഞാൻ ആരാണ് എന്ന് അറിയുമോ എന്ന ചോദ്യം ചിലപ്പോഴേക്ക് നമ്മൾ ചോദിക്കാറുണ്ട്, മനസ്സിലെങ്കിലും വരാറുണ്ട്. ചില രംഗത്തെങ്കിലും ചില ആളുകളായി പ്രതികരിക്കുമ്പോഴെങ്കിലും എനിക്കെന്നെ മനസ്സിലായിട്ടില്ല ഞാൻ ആരാണ് കഴിയുമോ എന്ന നമ്മുടെ വികാരം കാണിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, അതേപോലെ ശക്തിയുടെ കഴിവിന്റെ പേരിൽ എല്ലാം നമ്മൾ ആ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയാറുണ്ടെങ്കിൽ ഈ വചനങ്ങളാണ് മനസ്സിലുണ്ടാവേണ്ടത്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നൽകപ്പെട്ട മറുപടി ഇതാണ്. തുടക്കം എന്ന് പറഞ്ഞ ആ ഒരു പദപ്രയോഗം സഹോദരങ്ങളെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇതാണ് മനുഷ്യൻ. അവരൊന്നുമില്ല, തർക്കിക്കാൻ വകുപ്പില്ല, അഹങ്കരിക്കാൻ വകുപ്പില്ല. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, മനുഷ്യൻ സൃഷ്ടിച്ചത് ലുത്ഫയിൽ നിന്നാണ്. പക്ഷെ അവസാനം അവിടെ നമുക്കെതിരെ ഒരു തർക്കികളായി വരുന്നവനാണ്. നാലാമത്തെ വചനമാണ്. മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത് ഒരു ഇന്ദ്രിയത്തിൽ നിന്നാണ്, ഒരു ബീജത്തിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് അവരെല്ലാം വ്യക്തമായി തർക്കിക്കുന്ന ഒരു തർക്കികളായി അല്ലാഹുവിനെ അള്ളയിൽ നിന്ന് പറയാൻ, പടച്ചറപ്പിനെ പോലെ ധിക്കരിക്കാൻ, കുഫ്റ് കാണിക്കാൻ, തമ്മിൽ പങ്കു ചേർക്കാൻ എല്ലാം ധൈര്യം കാണിക്കുന്നവരായി അവൻ മാറുന്നു. ഇമാം സഈദി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നതിനെ പറയുന്നു, ഖലഖഹു മിൻ നുത്ഫ ഹത്താ ഇസ്തതമ്മ ഫഖറ ബിനഫ്സിഹി വഅഅ്ജബ ബിഹാ. ഒരു മനുഷ്യനെ അല്ലാഹു തആല നുത്ഫയിൽ നിന്ന് പടക്കുന്നു. ആ പൂർത്തിയായി ലക്ഷണമൊത്ത ആളായി മാറുമ്പോൾ അവൻ അഹങ്കാരിയായി മാറുന്നു.
ഒരു സ്വന്തത്തെ കുറിച്ച് തന്നെ ഒരു പൊങ്ങച്ചമ്പൂർ ഞാൻ തിരക്കേടില്ല, ഞാനൊക്കെ അത്യാവശ്യം ഉള്ളുന്നവരാണ്, എന്തൊരു പറ്റിയവരാണ് എന്ന ആ തോന്നലുണ്ടാകുന്നു. അതാണ് ആ വ്യക്തിമെത്തുമ്പോൾ അവരുടെ തർക്കിക്കാനായി മാറുകയാണ്. തന്റെ റബ്ബിനെ കുറിച്ച് അവൻ തർക്കിക്കുകയാണ്. പടച്ചറബിനെ നിഷേധിക്കുന്നവൻ, റസൂലുമായി തള്ളിക്കളയുന്നവൻ, അതേ പ്രവചന വചനങ്ങളെ, വൃത്താന്തങ്ങളെ, ആയത്തുകളെ അവൻ നിഷേധിക്കുന്നു. അല്ലാഹു ചോദ്യം ചെയ്യുകയാണ്, ഏത് റബ്ബ്, എന്ത് പടച്ചവന് അനസത്താവുന്നുമില്ല, എവിടെ ദൈവമെന്ന് പറഞ്ഞ് അവൻ ധിക്കാരിയായി വരുന്നു. റസൂലുമാരെ കളവാക്കുന്നു. റസൂലുമാരെ വന്ന് അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്നത്തെ കാലത്ത് റസൂലുമാരെ വരാനില്ല. പഠിപ്പിച്ചു പോയ സന്ദേശം ഇവിടെയുണ്ട്. ഒരു കാര്യം ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടും. എന്ത് ഹദീസ്, എന്ത് ആയത്ത് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ധിക്കാരം വ്യക്തമായി തർക്കിക്കുന്നവരായി അവിടെ പാലിക്കൊള്ളുമെന്നാണ്. പിന്നെ ആയത്തുകളെ അവൻ കളവാക്കുന്നു എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആശയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ ഘട്ടങ്ങൾ മാറി മാറി വന്ന് അവസാനം ലക്ഷണമൊത്ത മനുഷ്യരായി മാറുമ്പോൾ വന്ന വഴി മറക്കുന്ന, സർക്കാരിനെ പോലും ചോദ്യം ചെയ്യുന്ന, സർക്കാരിനെ അധ്യാപകരെ വിസ്മരിക്കുന്ന ധിക്കാരിയായി മാറേണ്ടവരല്ല വിശ്വാസികൾ. നമ്മുടെ സഹോദരങ്ങളെ റബ്ബിലേക്ക് മടങ്ങുക, അതാണ് ഏറ്റവും പ്രധാനമായി വിശദമായി പഠിപ്പിക്കുക. فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة. മനുഷ്യരെ നിങ്ങൾക്ക് രണ്ടാമത് ജനിപ്പിക്കപ്പെടുമോ എന്ന് സംശയമാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിയിലുണ്ടോ എന്ന് സംശയിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ കാലം ഓർക്കുക. നിങ്ങൾ പഠിച്ചത് ആദ്യം മണ്ണിൽ നിന്നാണ്, പിന്നീട് ഇന്ദ്രിയത്തിൽ നിന്നാണ്, പിന്നീട് അത് രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി രൂപം നൽകപ്പെട്ടതുമല്ലാത്തതുമായ അവസ്ഥയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറി വന്നു. പിന്നീട് നിങ്ങൾ മുമ്പയുടെ ഭാഷയത്തിൽ അല്ലാഹു കൃത്യമായ കാര്യങ്ങളെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു. അവസാനം പിന്നീട് നിങ്ങൾ ഒരു കുട്ടിയായി നാം കൊണ്ടുവന്നു. അശുദ്ധക്കും നിങ്ങൾ പിന്നീട് അവന്റെ ആ പ്രായം, വളർച്ച പൂർത്തിയാകാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും തന്നു. നിങ്ങൾ നേരത്തെ വിളിച്ചു പോകുന്നവരുണ്ട്, അങ്ങേറ്റം പ്രായാധിക്യമാകുന്ന അവസ്ഥ വരെ ജീവിക്കുന്നവരുണ്ട്. എല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുമാറും അങ്ങേറ്റം പ്രായാധിക്യമായി വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഓർക്കണേ എന്നാണ് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരുപാട് താക്കീതുകൾ നിത്യജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം ശരീരത്തിലുണ്ട്, ചുറ്റുഭാഗത്തുണ്ട്, ജീവിക്കുന്ന നാട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു നമുക്ക് ഒരുപാട് അത്തരം ഓർക്കാൻ ആവശ്യമായ, തിരിച്ചറിയാൻ ആവശ്യമായ ധാരാളം സംവിധാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാറ്റും മഴയും വെള്ളവും അടക്കം എല്ലാം അത്തരം ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. മനുഷ്യൻ സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി വെയിലടിച്ചാൽ ആ വെയിലുള്ള മനുഷ്യൻ സാധിക്കുന്ന ശേഷിയില്ല. നന്നായി മഴ പെയ്താൽ അവൻ ആശങ്കപ്പെടുകയാണ്, എന്താണ് പേരുണ്ടാവുക. ആ മഴയെ തടുക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. ഒരു വലിയ കാറ്റടിച്ചാൽ അത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നും സാധ്യമല്ല. ഇടിയും മിന്നലും വന്നാലും അത് തന്നെയാണ് സാഹചര്യം. ഒരു തീപിടുത്തം ഉണ്ടായാലും അത് തന്നെയാണ് സാഹചര്യം. ഒന്നും ചെയ്യാൻ കഴിയാതെ ദുർബലനായി നോക്കി നിൽക്കാനല്ലാതെ മറ്റെന്തിനാണ് മനുഷ്യൻ സാധിക്കുക. അതേ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വഈഫായ അവസ്ഥയിലാണ്, ദുർബലനായി കൊണ്ടാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ചുരുക്കിച്ചായ 28-ാമത്തെ ആയത്തിലെ ഈ പ്രഖ്യാപനം സഹോദരങ്ങളെ എപ്പോഴും ഓർക്കുക. ഈ അഹങ്കാരമില്ലാതാകും, പൊങ്ങച്ചമില്ലാതാകും, വിദ്വേഷമില്ലാതാകും, അസൂയയില്ലാതാകും, പകയില്ലാതാകും. പടച്ചിറപ്പിനെ ഓർത്ത് അവനെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തീർച്ചയായും സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ونستعينه ونؤمن به ونتوكل عليه
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനപ്പെട്ട സുബ്ഹാനഹു വ തആലയുടെ പ്രിയമായ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. ഒരു നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മയെല്ലാം എത്തിച്ച നമ്മുടെ സർക്കാവ്, ആ സർക്കാവിനെ നമ്മളത് മരിച്ചുപോയ രണ്ടാമത് എണീപ്പിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കാൻ പോലും വകയില്ല എന്ന് നാം തിരിച്ചറിയുന്നു. മക്കയിലെ അവിശ്വാസികളിൽപ്പെട്ട ഉബൈ ഇബ്നു ഖലഫ് ഒരിക്കൽ നബിയുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അവന്റെ കയ്യിൽ ദുരുമ്പിയ ഒരു യജ്ഞമായ ആ യജ്ഞങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ നബിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിങ്ങനെ ഊതി വായുവിലേക്ക് പറപ്പിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചതിന്റെ ഹദീസിലേക്ക് കാണാം. യാ മുഹമ്മദ് അതസ്ഉമു അന്നല്ലാഹ യബ്അസു ഹാദാ. ഇവിടെ ചോദ്യങ്ങളാണ്, മുഹമ്മദ് അതസ്ഉമു, ഈ വാദിക്കുന്നുവോ അന്നല്ലാഹ യബ്അസു ഹാദാ, അല്ലാഹു തആല ഈ എല്ലിനെ രണ്ടാമത് ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് ഉബൈ ഇബ്നു ഖലഫ് വലിയ തെളിവെന്നോണം നബിയുടെ മുമ്പിൽ വന്ന് കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നബിയെ അതെ, യുമീതുക, അല്ലാഹു എന്നെ മരിപ്പിക്കും. ശേഷം മരിപ്പിക്കുന്നത് മാത്രമല്ല, പിന്നീട് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് നബി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് യാസീനിലെ ആയത്തിറങ്ങിയത്. من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقا قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. യാസീനിലെ 77 മുതൽ 79 വരെയുള്ള 3 ആയത്തുകൾ ഇറങ്ങിയത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതേ മനുഷ്യ അല്ലാഹു തആല രണ്ടാമത് ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്ന സത്യമാണ്. ഒരു മണ്ണിൽ നിന്ന് പടച്ച അല്ലാഹു തആല പിന്നീട് ബീജത്തിൽ നിന്ന് ഇന്ത്യ തുണിയിൽ പടച്ച സത്താവ്, ആ സത്താവിന് പിന്നെ ഈ മനുഷ്യൻ മരിച്ചു മണ്ണിന്റെ ഭാഗമായി മാറിയാൽ രണ്ടാമത് എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന് ബുദ്ധിയുള്ള ആർക്കാണ് പറയാൻ കഴിയില്ല. സഹോദരികളെ, ആ ജീവിതം സത്യമാണ്. നാം ജനിച്ചുവെന്ന് സത്യമാണെങ്കിൽ, മരിക്കുമെന്ന് സത്യമാണെങ്കിൽ അതുപോലെ സത്യമാണ്, അതിനേക്കാൾ സത്യമാണ് മരിച്ചാൽ രണ്ടാമത് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് അത് ബോധ്യപ്പെടലാണ് കൃത്യമായി ചെയ്യേണ്ടത്. ആ ജീവിതം ഈ ജീവിതം എപ്പോഴും അവസാനിക്കുക, ഈ ജീവിതം എപ്പോഴും അവസാനിക്കുക. ഒരു പക്ഷെ ഒരു മിന്നൽ അത് മതിയാകും നമ്മുടെ ജീവിതം അവസാനിക്കാൻ, ഒരു ചെറിയ അപകടം അത് മതിയാകും എല്ലാം അവസാനിക്കാൻ, ഒരു ശ്രദ്ധക്കുറവ്, ഒന്ന് കാലത്ത് വീണു അത് മതിയാകാം എല്ലാം അവസാനിച്ചു പോകാൻ. ഒരു കാറ്റ്, ഒരു മഴ, ഒരു വെയില്, ഒരു ദുരന്തങ്ങൾ, അതോടെ എല്ലാം അവസാനിച്ചേക്കാം. വാഹനം ഓടിച്ച് ക്ഷീണിച്ചപ്പോ തൽക്കാലം വിശ്രമിക്കാൻ വേണ്ടി വാഹനം ഒന്ന് സൈഡാക്കി തൽക്കാലം ഒന്ന് വിശ്രമിച്ചതാണല്ലോ ആ സുഹൃത്ത്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? സഹോദരൻ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാം കാര്യം. നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യുന്നു, വ്യത്യസ്തമായ വഴിക്ക് യാത്ര പോകുന്നു. ഇല്ലെങ്കിൽ നാളെ എന്റെ കാലത്ത് എന്റെ എന്താണ് തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് സത്യമാണ്. മരിക്കുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് എഴുന്നേൽക്കും, അതും സത്യമാണ്. ആ മരിക്കാൻ സമയത്ത് വിരാമം കൊണ്ട് പ്രയോജനമില്ല. എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം നഷ്ടമായി എന്ന് തിരിച്ചറിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിരാമം വെച്ച് പടച്ചറപ്പിനെ ബോധ്യപ്പെടുക, തൗഹീദ് ജീവിക്കുക, അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കുക, ശിർക്കും കുഫ്റും ഹറാമും തിന്മകളും ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. പടച്ചറപ്പിനെ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് അവന്റെ തൃപ്തിപ്പെടുന്ന ഒരു അടിമയായി ജീവിക്കാനാണ്
നാം പരിശ്രമിക്കുന്നത് എല്ലാം റബ്ബിന്റെ ഔദാര്യമാണ്. എല്ലാം റബ്ബിന്റെ ഔദാര്യമാണ്. ഈ ശരീരം റബ്ബിന്റെ ഔദാര്യമാണ്. സമ്പത്ത് റബ്ബിന്റെ ഔദാര്യമാണ്. സ്ഥാനമാനം റബ്ബിന്റെ ഔദാര്യമാണ്. എല്ലാം റബ്ബിന്റെ ഫضലാണ്, ഔദാര്യമാണ്. അത് റബ്ബെ എപ്പോൾ നിർത്തിവെച്ചോ അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അല്ലാഹുവിനെ കൃത്യമായ ബോധമുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കാം. ഒരാളെയും പങ്കിച്ചെടുക്കാതിരിക്കുക. അല്ല ചെയ്യും പോലെ ചെയ്യുന്നവരില്ല, അല്ല കാണും പോലെ കാണുന്നവരില്ല, അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കുന്നവരില്ല. വിളിച്ചാൽ വിളിക്കാൻ ഉത്തരം ചെയ്യാൻ കഴിയുന്ന ആരുമില്ല, പഠിച്ചവരുമില്ല, ജീവിച്ചിരിക്കുന്നവരുമില്ല. പഠിച്ചവർക്ക് മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അവരാണ് ഖദീർ, അവരാണ് ഖാദിർ, അവരാണ് മുഖ്തദിർ, അവരാണ് മുജീബുൽ ദുആ, സമീഉൽ ദുആ, ദുആ കേൾക്കുന്നവൻ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. ആ റബ്ബിൽ പങ്കുകാരിച്ചെടുക്കാതിരിക്കുക, ആ റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക, അവിശ്വസിക്കാതിരിക്കുക. അങ്ങനെ ബിയാനില്ലാഹി അടിമകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.